സജി മാർക്കോസ് ഇപ്പോൾ ചേരുന്നു, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ സജി മാർക്കോസ്, ഈ രണ്ടാം വാർഷികത്തിൽ, ഈ വംശഹത്യയുടെ രണ്ടാം വാർഷികത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലെ ആംസ്റ്റർഡാമിൽ 2.5 ലക്ഷം മനുഷ്യർ തെരുവിലിറങ്ങി ഫലസ്തീന് വേണ്ടി മുറവിളി കൂട്ടുന്നതാണ്. ഇപ്പോൾ യൂറോപ്പിൽ ഫലസ്തീൻ അനുകൂലമായ ഒരു അഭിപ്രായ രൂപീകരണം അതിശക്തമായി ഈ രണ്ടു വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ട്. അമേരിക്കയിലും ആ വർധനവ് നാം കാണുന്നുണ്ട്. ഫലസ്തീൻ പോസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 വർഷം കൊണ്ട് സംഭവിച്ചത് തന്നെയാണോ? നിശ്ചയമായിട്ടും അതെ. വളരെ കഷ്ടപ്പാടുകൾ അവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ചു, പീഡനങ്ങൾ സഹിച്ചു. അത് കഴിഞ്ഞ 78 വർഷമായി സഹിക്കുന്നതിന്റെ ബാക്കിയാണെങ്കിൽ പോലും ലോക രാജ്യങ്ങളുടെ ലോക ജനതയുടെ മനസാക്ഷി ഗസോന്മുഖമായി പലസ്തീനിലെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതാണ് ട്രംപ് ഇപ്പോൾ പെട്ടെന്ന് 20 ദിന പരിപാടികളുമായി മുമ്പോട്ട് വരാൻ കാരണമായി തീർന്നിട്ടുള്ളത്. ഇപ്പോൾ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ രൂപീകരണത്തെ അംഗീകരിക്കാതായി വന്നിട്ടുള്ളൂ. അങ്ങനെ ലോകത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയും ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും അമേരിക്കയുടെ പക്ഷത്താണെന്ന് ഇന്നലെ വരെ ധരിച്ചിരുന്ന രാജ്യങ്ങളിൽ മിക്കതും തന്നെ പലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പോൾ 2-3 ചുവടുകൾ അവർക്ക് പിഴച്ചു ഇസ്രായേൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്ന്, ഖത്തറിന് മേലുള്ള കടന്നുകയറ്റം, അവരാക്രമണം, ചർച്ചയ്ക്കായി വന്നിരിക്കുന്ന ഒരു കൂട്ടം മധ്യസ്ഥന്മാരെ എങ്ങനെ കേൾക്കാം യെസ് അപ്പൊ സമാധാന ചർച്ചകൾക്കായി വന്നിരിക്കുന്ന പ്രതിനിധികളുടെ മേലുള്ള ആക്രമണ ശ്രമം, പാളിപ്പോയൊരു ആക്രമണ ശ്രമം. മറ്റൊന്ന്, ഫ്രീഡം ഫ്ലോട്ടിലെ ആഹാരവും മരുന്നും മറ്റ് അവശ്യ വസ്തുക്കളുമായി വന്നിരിക്കുന്ന ഫ്രീഡം ഫ്ലോട്ടിലെ തടഞ്ഞു എന്നുള്ളതും ലോക മനസാക്ഷി അമേരിക്കയ്ക്കെതിരും ഇസ്രായേലിനെതിരും തിരിയാനായിട്ട് കാരണമായി തീർന്നുണ്ട്. ഇത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. അദ്ദേഹമാണെങ്കിൽ നോബൽ പ്രൈസിൽ കണ്ടുനട്ടിരിക്കുന്നു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ട്രംപിന് മറ്റ് പോംവഴികളൊന്നും ഇല്ലാതെയാണ് 20 ദിന പരിപാടി മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഗസയ്ക്ക് അല്ലെങ്കിൽ പലസ്തീനികൾക്ക് അനുകൂലമായ വളരെ കുറച്ച് നിബന്ധനകളെ ഉള്ളൂ എങ്കിലും ഇപ്പോ പെട്ടെന്നൊരു സമാധാന ചർച്ചയുമായി ട്രംപ് മുമ്പോട്ട് വന്നത് ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പാലസ്തീനികളോടുള്ള അനുകൂല മനോഭാവം ഉള്ളത് കൊണ്ടല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടത്തിനും ലോക മനസാക്ഷി അദ്ദേഹത്തിന്റെ രാജ്യത്തിനും ഇസ്രയേലിനും എതിരായി തിരിഞ്ഞിരിക്കുന്നു, സ്വന്തം രാജ്യത്തോട് ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലാണ്. മാത്രവുമല്ല, കൃത്യമായി ഇസ്രയേലിന് ചുവട് പിഴച്ച 2-3 നടപടികൾ, അവർ ചെയ്യുന്ന കിരാതമായ ആക്രമണങ്ങൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ പ്രതികരണങ്ങൾ ഉയർന്നു വരികയും അത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിന് പെട്ടെന്ന് ത്വരിതപ്പെടുന്ന രീതിയിലുള്ള നടപടികളാണ് ഈ ഖത്തറിന്മേലുള്ള ആക്രമണം നടന്നതും. 1948 സാഹചര്യം വെച്ച് നോക്കിയാൽ അറബ് രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ച ഒരു കാലമുണ്ട്. ഇന്നെന്ന് പറഞ്ഞ കാലം വളരെ മുമ്പോട്ട് പോയി. പെട്ടെന്ന് ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത്. പക്ഷേ ഇവരാരും മൗനമായിരിക്കുകയല്ല. ഈ രാജ്യങ്ങൾ, ഈ പ്രത്യേകിച്ച് സമീപ രാജ്യത്തിൽ മേഖലയിൽ സമാധാനം കാക്ഷിക്കുന്ന രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് അവരുടെ സമ്മർദ്ദം, നിശ്ചയമായും അവരുടെ സമ്മർദ്ദമുണ്ട്. പണ്ടത്തെ പോലെ പെട്ടെന്ന് ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. ലോക സാഹചര്യം മൊത്തം മാറിപ്പോയിരിക്കുന്നു. പക്ഷേ ഇവരുടെ സമ്മർദ്ദം അത്ര ചെറുതല്ല. മേഖലയിൽ സമാധാനം വരണമെന്നുണ്ട്, വികസനം വരണമെന്നുണ്ട്, നിക്ഷേപം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ രാജ്യങ്ങളെല്ലാം ശക്തമായ സമ്മർദ്ദം, ഇവരുടെ ഭരണകൂടം ശക്തമായ സമ്മർദ്ദം അമേരിക്കയുടെ മേൽ ചുമത്തിയിരിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു നോബൽ പ്രൈസിൽ കണ്ടെന്നിട്ടിരിക്കുന്ന ദുരാഗ്രഹിയായ ഒരു ഭരണകർത്താവാണ് ട്രംപ്. അതുകൊണ്ട് അദ്ദേഹം മുൻകൈ എടുത്തിരിക്കുന്ന ഈ നടപടികൾ, ഇത് ഈ 20 ദിന പരിപാടി എന്ന് പറയുന്നത് ശരിക്കും ഏതെങ്കിലും തരത്തിൽ പാലസ്തീനികളുടെ പ്രശ്നങ്ങളെ സ്ഥിരമായി പരിഹരിക്കുന്നതിനോ സ്ഥായിയായ ഒരു പരിഹാരം നിശ്ചയിക്കുന്നതിന് വേണ്ടിയല്ല, താൽക്കാലികമായ ഒരു മുഖമിനുക്കൽ മാത്രമാണ്. പക്ഷേ അതിനോട് ഗസയുടെ ഹമാസിന്റെ പ്രതികരണം എന്ന് പറയുന്നത് എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം അധികാരത്തിൽ നൊഴിയുന്നതിന് തയ്യാറാണ്, ആയുധം വയ്ക്കുന്നതിന് തയ്യാറാണെന്ന് ഹമാസ് പറഞ്ഞിട്ടില്ല. കാരണം ആയുധം എടുത്ത് പോരാടുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു സംഘടനയാണ് ഹമാസ് എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ കൊടിയ അനീതിക്കെതിരെ, അധിനിവേശത്തിനെതിരെ ആയുധം എടുത്ത് പോരാടുമെന്ന് പറഞ്ഞ് ആരംഭിച്ച ഒരു സംഘടനയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അധികാരം കൈയാളിയതാണ് ഗസയുടേത് അല്ലെങ്കിൽ പാലസ്തീന്റേത്. മറിച്ച് അവർക്ക് അധികാരം ഒഴിവാകുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതേസമയം ആയുധം വെക്കണമെങ്കിൽ ഒരു ഒറ്റ നിബന്ധനയേ ഉള്ളൂ: ഇസ്രയേലിന്റെ അധിനിവേശം അവസാനിക്കണം, പാലസ്തീനികളുടെ തിരികെ പോക്ക്, റിട്ടേൺ ഓഫ് റൈറ്റ് ടു റിട്ടേൺ, അത് സ്ഥാപിച്ചു കൊടുക്കണം. ഇങ്ങനെ ഈ പ്രശ്നത്തിന്റെ സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെയും ആയുധം വെക്കാൻ ഹമാസ് തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോ ലോകം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സത്വരമായി, അടിയന്തരമായി അവിടെ ഒരു വെടിനിർത്തൽ വേണം, സൈന്യം പിന്മാറണം, അവർക്ക് വേണ്ട മരുന്നും ആഹാരവും വേണം, ഇൻഫ്രാസ്ട്രക്ചർ